എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ഓഗസ്റ്റ് 7-ാം തീയതി വരെ ലഭ്യമായിരിക്കുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം ഓഗസ്റ്റ് 9-ന് പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ, അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കാത്തവർ, അതുപോലെ തന്നെ മുൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവർ, അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവർ, ഇതുവരെ അപേക്ഷിക്കാത്തവർ എന്നിവർക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാപ് ഫൈനൽ അലോട്ട്മെൻറ്റ് 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും, ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഈ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ലോഗിൻ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ പോയി ലോഗിൻ ചെയ്ത് വേണ്ട ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നാളെ വരെയാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നൽകാനായിട്ട് സാധിക്കുക. അതായത് ഓഗസ്റ്റ് 7-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര വേക്കൻസിയാണ് ഉള്ളത് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിവിടെ ഓരോ സ്ഥലത്തും, അതായത് ഓരോ കോഴ്സിൻ്റെ നേരെ നിങ്ങൾക്ക് പ്ലസ് സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏത് കോഴ്സിലാണ് അവിടെ വേക്കൻസി ഉള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ വേക്കൻസി കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ അതിനുശേഷം നല്ല വിവിധ സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ നിരവധി വേക്കൻസീസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ ഉൾപ്പെടെ ഏകദേശം ഈ ഒരു എക്കണോമിക്സ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ കുറേ സീറ്റ് വേക്കൻസി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം, അതിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സുകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം ഏത് കോളേജിലാണ് വേക്കൻസി എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളെ രാത്രി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ലേറ്റ് ആവുന്നതിനനുസരിച്ച് ലിങ്ക് പിൻവലിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫൈനൽ ഘട്ടത്തിലെ ഈ ഒരു രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ വരെ നിങ്ങൾക്ക് ഈ ഒരു നൽകാനുള്ള അവസരം ഈ ഒരു MG വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/UGP-cap2024/index.jsp എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.